നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി തിങ്കളാഴ്ച. മിറ്റിഗേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വാദം പൂർത്തിയായി. വീഡിയോ കോൺഫറൻസ് വഴി പ്രതി ചെന്താമരയും ഹാജരായിരുന്നു. വിധി പറയുമ്പോൾ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്ന് പറയുന്ന പ്രതിയെ എങ്ങനെ സമൂഹത്തിൽ വിടാൻ പറ്റുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ എതിർവാദം. മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതുപ്രകാരം ആ റിപ്പോർട്ടിൽ പറയുന്നത് അയാൾക്ക് റിമോഴ്സ് ചെയ്യാൻ, അയാൾക്ക് പശ്ചാത്താപമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്, ഇങ്ങനെ ചെയ്തതിൽ വിഷമമുണ്ട്. അയാൾ ജയിലിൽ കടന്നിട്ട് ആ മരിച്ച ആളുടെ രണ്ടാമത്തെ കുട്ടീനെ നോക്കിക്കോളാം എന്നുള്ള രീതിക്കാണ് റിമോഴ്സായിട്ട് അവർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് പറയുന്നത് റീഹാബിലിറ്റേഷനെ കുറിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. അയാൾ എങ്ങനെയാണെന്നുള്ളത് റിമോഴ്സിനുള്ള ആകെ ഒരു വാക്കും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ കൂടുതലായിട്ടൊന്നും. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും മിറ്റിഗേറ്റഡ് റിപ്പോർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിന് പോയത് വേറെ 2 വക്കീലന്മാരാണ്. ഡിഫൻസ് കൗൺസിലിൽ നിന്ന് വേറെ 2 വക്കീലന്മാരാണ്. മറ്റേ അത് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ചീഫ് ഒരു മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ചീഫിൻ്റെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നതും അയാളുടെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആ ഉത്തരങ്ങളൊന്നും ഈ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് യാതൊരു അടിസ്ഥാനം കാണുന്നില്ല. CV അനുമോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, എല്ലാ വാദങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു കോടതി. ഈ പ്രതിഭാഗം മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കരുത് എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്? ഇത് ഈ ഒരു വിധി പറയുന്നതിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമമാണ് ഇന്ന് മിറ്റിഗേഷൻ റിപ്പോർട്ട് ഹാജരാക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്തതിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വാദപ്രതിവാദങ്ങൾ പൂർത്തിയായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി പറഞ്ഞ കാര്യങ്ങൾ അതേപടി പകർത്തി വയ്ക്കുകയാണ് ഈ റിപ്പോർട്ടിൽ നിന്നാണ് പ്രോസിക്യൂഷൻ ശക്തമായിട്ട് ആരോപണം ഉന്നയിച്ചത്. അതായത് ഇയാൾക്കൊരു തരത്തിലും മനമാറ്റം ഉണ്ടാകില്ല എന്നെല്ലാമുള്ള റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ ആ പ്രതി പറയുന്ന കാര്യങ്ങൾ ദയാവായ്പ ലഭിക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടായിട്ടാണ് മിറ്റിഗേഷൻ റിപ്പോർട്ട് നിയമസഹായ സമിതി സമർപ്പിച്ചിട്ടുള്ളത്. ഇത് അംഗീകരിക്കരുത് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ജയിലിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന പണം കൊണ്ട് സാധാരണ മക്കളെ സംരക്ഷിക്കാമെന്നൊക്കെ പറയുന്നത് അപഹാസ്യമായൊരു കാര്യമാണ്. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ പ്രകോപിപ്പിച്ചാൽ ആരെയും കൊല്ലുമെന്നൊക്കെ പറയുന്ന പ്രതിയെ എങ്ങനെ പിന്നീട് തുറന്നു വിടും എന്ന ചോദ്യവും പ്രോസിക്യൂഷൻ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ പ്രതിക്ക് മാനസാന്തരം ഉണ്ടായിക്കൂടുന്നില്ല എന്നൊരു വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകരുതെന്ന കാര്യമാണ് അവർ ഉന്നയിക്കുന്നുള്ളത്. പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം അവരുടെ വാദം പൂർത്തീകരിച്ചത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതിൽ വിധി വരും. സ്വാഭാവികമായിട്ടും പ്രതിഭാഗത്തിന് പ്രായത്തിൻ്റെ ആനുകൂല്യവും അതുപോലെ ഭാവിയിൽ മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയും മുൻനിർത്തി വലിയ ശിക്ഷയായിട്ടുള്ള വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകുമോ അതോ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതുപോലെ ഇയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകുമോ എന്നുള്ളതൊക്കെ നമുക്ക് തിങ്കളാഴ്ച അറിയാൻ സാധിക്കും. രേണുക. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.